ഹലോ. അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുക കേട്ടോ. വേറെ ഒന്നുമല്ല, ഇന്ന് എൻ്റെ അനിയൻ വന്നായിരുന്നു രാവിലെ വീട്ടിലേക്ക്. അപ്പോൾ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചക്ക കിട്ടിയിട്ടുണ്ട്, ചക്ക വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ ഈ ചക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു വിടൂ. അപ്പോൾ ആ ചക്കയാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ അതിങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കുക. നന്നാക്കുന്നുണ്ട്, നമ്മൾ കൂടുതൽ വയറ്റിലേക്കാണെന്നുള്ളൂ. നന്നാക്കുന്ന ഇടയിൽ ഇതിങ്ങനെ തിന്നുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു മധുരമുണ്ട് സാധനം. അപ്പോൾ അമ്മ എന്തുണ്ടെങ്കിലും ഇപ്പോൾ വീട്ടിലിപ്പോൾ എന്തുണ്ടാക്കുകയാണെങ്കിലും ഒക്കെ ഇങ്ങനെ ചില സമയത്തൊക്കെ കൊടുത്തയക്കും. ഇപ്പോൾ ചിക്കൻ ഉണ്ടാക്കുകയാണെങ്കിൽ കൊടുത്തയക്കും. അതേപോലെ ചക്ക മാങ്ങയൊക്കെ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ എനിക്കായാലും എൻ്റെ ചേച്ചിക്കായാലും കൊടുത്തയക്കും കേട്ടോ. ചേച്ചീനെ കല്യാണം കഴിച്ചത് കാളികാവിക്കാണ്, എന്നെ നിലമ്പൂരിക്കാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ എന്തുണ്ടെങ്കിലും കൊടുത്തയക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം മധുരം ഉണ്ടായതുകൊണ്ടേ ഞാൻ അത് നന്നാക്കണമുണ്ട്, കഴിക്കണമുണ്ട്. കൂട്ടാൻ വയ്ക്കുക, കിട്ടിയാൽ കിട്ടി. അതിൻ്റെ ചെറിയൊരു മുറി ഞാൻ എടുത്ത് വെച്ചിട്ടോ. പഴുത്ത നല്ല രസമുണ്ടാവും. അപ്പോൾ നാളെ മറ്റന്നൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ അത് വളരെ നല്ലൊരു ടേസ്റ്റ് മധുരമായി കിട്ടും. അപ്പോൾ അതിൻ്റെ ചെറിയൊരു കഷ്ണം ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ ഏട്ടന് വിടില്ല, ഏട്ടൻ വീട്ടിൽ പോയതാണ്, വണ്ടൂർ പോയതാണ്. അവിടെ മരങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ മഴയൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ അതിൻ്റെ ചില്ലേക്കൊന്ന് വെട്ടി തരുമോ എന്ന് ചോദിച്ചാൽ അമ്മ വിളിച്ചപ്പോൾ അങ്ങനെയാണ് അനിയൻ ഇന്ന് വീട്ടിലേക്ക് വന്നത്, ഏട്ടനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഏട്ടൻ പോയി. അപ്പോൾ എനിക്കിന്നൊരു കുറച്ച് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഉച്ചയ്ക്കാട്ടോ അതും ഇരിക്കുന്നത്. അപ്പോൾ ഞാനത് മാറ്റി വെച്ചു. ഇനി നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതും തീരും. അപ്പോൾ എനിക്ക് തോന്നി ഇത് ചെറിയൊരു വീഡിയോ ആക്കി എടുക്കാം, ഒരു ചക്കക്കൂട്ടാൻ വയ്ക്കുന്നത് എന്ന് വിചാരിച്ചു. ചക്കക്കൂട്ടാൻ എന്ന് ഞാൻ പറയും, ചിലയിടത്തൊക്കെ ചക്കപ്പുഴുക്ക് എന്ന് പറയും, പലയിടത്തും പല പേരാണ് കേട്ടോ. ഈ സാധനം എന്താ പറയുക, ഞങ്ങൾക്കുണ്ട്, തൊടിയിലുണ്ട് മരം. പക്ഷേ ഇത് അങ്ങനെ അധികം തിന്നാനൊന്നും കിട്ടില്ല, ചിലപ്പോൾ വയ്ക്കാൻ കിട്ടില്ല. ചിലപ്പോൾ എന്താ പറയുക ചാടിയിട്ട് അങ്ങനെ കേട് വന്ന് പോകും. ചിലപ്പോൾ ഇപ്പോൾ ചക്കയ്ക്ക് ഓരോ കുത്തൊക്കെ വന്നിട്ട് അങ്ങനെ കേട് വന്ന് പോകും. ഈ സാധനം അങ്ങനെ കിട്ടില്ല കേട്ടോ. ചക്കയും മാങ്ങയും കുറവാണ് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു എന്താ പറയുക ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കാണുന്നത്, ചക്കപ്പുഴുക്ക്. അപ്പോൾ ചക്ക ഇങ്ങനെ നന്നാക്കിയിരുന്നത് പെട്ടെന്നൊരു മഴ പെയ്തു. എന്ന് പറഞ്ഞപ്പോൾ കുറച്ചായിട്ട് വെയിലാണ്. അതൊരു 10 മിനിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ മഴ. അപ്പോൾ മഴയ്ക്ക് ഇതാണെന്നാണ് ഞാൻ ചക്ക നന്നാക്കി വേണ്ടിയിട്ട് ഇത് നന്നാക്കിയിട്ട് നമുക്ക് കുത്തിക്കരിഞ്ഞ് കുക്കറിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ വേഗം വേവുന്ന ചക്കയാണ് കേട്ടോ. അമ്മ വെച്ചിരുന്നു ഇന്ന്. അപ്പോൾ അമ്മ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു 2 വിസിലടിച്ചാൽ ആറുമ്പേന് വെന്ത് കിട്ടുമെന്ന്. അപ്പോൾ ഒക്കെ അടുപ്പത്ത് വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ ചെറിയൊരു വിശേഷം എന്ന് പറയാൻ. വിശേഷം എന്നല്ല, ഒരു കുക്കിംഗ് വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം, വീഡിയോസ് കാണാം. എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാം. സത്യം പറഞ്ഞാൽ ഈ ലോങ് വീഡിയോ എടുത്തിട്ട് നമ്മളിത് റെക്കോർഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യാൻ അറിയില്ല, എന്താ പറയേണ്ടത്, എങ്ങനെയത് ചെയ്യാം. അപ്പം അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ പറയണത് ശരിയാവുന്നുണ്ടോ, പറയണത് ശരിയാണോ, അങ്ങനെ കുറേ നമുക്കിത് അറിയുമല്ലോ. നമ്മൾ വീഡിയോസൊക്കെ ചെയ്ത് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ രണ്ടാമത് കേൾക്കുമ്പോൾ തോന്നും ഇതിങ്ങനെയാണോ പറയേണ്ടത്. സഹിച്ച് കാണണമെന്നൊന്നും പറയുന്നില്ല, കണ്ടിട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ അഭിപ്രായം പറയണം. വീഡിയോസൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതിന് വല്ല പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറയണം. അപ്പോൾ ശരി കേട്ടോ, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണണം. ഓക്കേ കൂട്ടുകാരെ, ഇതാ ചക്കക്കൂട്ടാൻ നല്ല ചൂടാണ്. ചോറും
നല്ല കുത്തരിച്ചോറും ഇതാ ചക്കക്കൂട്ടാനും. ഞാനെൻ്റെ ചക്ക മുളച്ചു കേട്ടോ, കഴിച്ചോട്ടെ. സൂപ്പർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു ചക്കക്കൂട്ടാൻ ഉണ്ടാക്കിയ വീഡിയോ. ബൈ.